താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി പൂട്ടിയോ? എന്താണ് താഷ്കന്തിന് സംഭവിച്ചിട്ടുള്ളത്? ഈ കൊല്ലം താഷ്കന്തിൽ അഡ്മിഷൻ ഇല്ലേ എന്നാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. CBME ബേസ്ഡ് എഡ്യൂക്കേഷനും NMCയും തമ്മിലുള്ള ബന്ധം എന്താണ്? കഴിഞ്ഞ വർഷം താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് അവിടെയുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് CBME ബേസ്ഡ് എഡ്യൂക്കേഷൻ? അത് എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് എഫക്ട് ആവുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് കുട്ടികൾക്ക്. പലരും പറയുന്നുണ്ട് താഷ്കന്തിൽ ഈ പ്രാവശ്യം അഡ്മിഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എല്ലാത്തിനുള്ള ഉത്തരങ്ങളുണ്ടാവും. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ താഷ്കന്താണ്. താഷ്കന്തിലുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി. ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി. ഈ യൂണിവേഴ്സിറ്റി അല്ലാതെ താഷ്കന്ത് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, താഷ്കന്ത് പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുള്ള വേറെയും 2 യൂണിവേഴ്സിറ്റി താഷ്കന്തിലുണ്ട്. അപ്പോൾ ഇത് മൂന്ന് യൂണിവേഴ്സിറ്റികളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് ഉള്ള സിറ്റിയും ഈ താഷ്കന്ത് തന്നെയാണ്. അത്രയും പോപ്പുലേഷൻ ഉള്ള ആ ഒരു സിറ്റിന്റെ മുഴുവൻ ക്ലിനിക്കൽസും ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലേക്ക് വരും. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 23 ഉസ്ബെക്കിസ്ഥാന്റെ പ്രസിഡന്റ് ഈ 3 യൂണിവേഴ്സിറ്റികളോട് കമ്പൈൻ ചെയ്തിട്ട് താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി TSMU എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ 3 യൂണിവേഴ്സിറ്റികളുടെ മെർജ് ചെയ്ത് എന്തിനാണ് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ആക്കിയത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ആ ഒരു കാര്യം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാണെങ്കിൽ ഈ TMAയുടെ മുന്നുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചിലപ്പം കുറച്ച് ബോറിംഗ് ആയിരിക്കും, എന്നാലും ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ശരിക്കും 1919 നമ്മുടെ ഇന്നത്തെ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് തുർക്കിസ്ഥാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നായിരുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര്. പിന്നീട് 1935 ആ പേര് മാറ്റിയിട്ട് താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലേക്ക് വന്നു. പിന്നീട് 1990കളിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയതോടെ അവർ താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ 2 യൂണിവേഴ്സിറ്റികളാക്കി മാറ്റി. അതായത് ഫസ്റ്റ് താഷ്കന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നും സെക്കൻഡ് താഷ്കന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ 2 യൂണിവേഴ്സിറ്റികളാക്കി മാറ്റി. പിന്നെ 2005 വരെ അങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. 2005 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇസ്ലാം കരീമോവ് ആ 2 യൂണിവേഴ്സിറ്റികളെയും പിന്നീട് രണ്ടാമത് ഒന്നിപ്പിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി. അതാണ് നമ്മുടെ ഇന്നത്തെ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഈ താഷ്കന്ത് ഡെന്റലും പീഡിയാട്രിക്സ് ഒക്കെ എന്താണെന്നുള്ളത്. ഈ 2014 താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലുള്ള ഈ ഡെന്റൽ ഫാക്കൽറ്റീനെ അവർ സെപ്പറേറ്റ് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് താഷ്കന്ത് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നത്. പിന്നീട് താഷ്കന്ത് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരുപാട് MBBS അതായത് മെഡിസിനിലെ എൻക്വയറീസ് വന്നതോടെ അവരവിടെ മെഡിസിൻ ഫാക്കൽറ്റി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ 1970 കാലഘട്ടം ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ബേബി ബൂമിംഗ് ടൈം ആയിരുന്നു. അതായത് US സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ പോലെ വേൾഡ് വാറൊക്കെ കഴിഞ്ഞ് സോൾജേഴ്സൊക്കെ തിരിച്ചു വന്നതോടെ ഒരുപാട് ബേബീസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏകദേശം അതേ കാലയളവ് തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ബേബി ബൂമിംഗ് ടൈം ആയിരുന്നു. അതായത് ഉസ്ബെക്കിസ്ഥാന്റെ പോപ്പുലേഷന്റെ ഏകദേശം 50% ബേബീസ് ആയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 1970. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബീസിൻ്റെ, അതായത് കുട്ടികളുടെ കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം എന്നുള്ള ചിന്താഗതി നിന്നാണ് 1972 സെൻട്രൽ ഏഷ്യൻ പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ താഷ്കന്ത് സ്റ്റേറ്റ് പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് താഷ്കന്തിൽ 3 യൂണിവേഴ്സിറ്റികൾ വരുന്നത്. 2025 വരെ ഇതിൻ്റെ പേര് TMA എന്നും അതുപോലെ തന്നെ താഷ്കന്ത് പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും ഡെന്റൽ എന്നൊക്കെ ആയിരുന്നു. 2025 ഏപ്രിൽ 23 ഉസ്ബെക്കിസ്ഥാന്റെ പ്രസിഡന്റ് അത് 3 കൂടെ ഒന്നാക്കിയിട്ട് താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതായത് TSMU എന്നുള്ള രീതിയിൽ ഒറ്റ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി. അപ്പോൾ ഈ ഒരു മെർജിങ് ഇപ്പം പലരും ഭയങ്കര സംഭവമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ പഴംപുരാണം മുഴുവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് താഷ്കന്തിൽ ഒരു യൂണിവേഴ്സിറ്റി രണ്ടാക്കുന്നതും 2 യൂണിവേഴ്സിറ്റികൾ മെർജ് ചെയ്ത് ഒന്നാക്കുന്നതൊക്കെ പുതിയ കാര്യമല്ല. ചരിത്രത്തിൽ ഇതിൻ്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് അവർക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതും ഒന്നാക്കുന്നതും പല സമയത്തുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ചെയ്യാൻ അവർക്ക് അറിയാം. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ കാണുന്നുണ്ടാവും. അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളിലെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ
ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഈ യൂണിവേഴ്സിറ്റികൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും ഒന്നാക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ അക്രഡിറ്റേഷൻ അതുപോലെ നിലനിർത്താൻ ഉസ്ബെക്കിസ്ഥാൻ അറിയാം. അപ്പോൾ അവർ മുന്നേയും അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അക്രഡിറ്റേഷൻ പോവും, ഇനി അക്രഡിറ്റേഷൻ ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതിലൊന്നും നിങ്ങൾ വേണ്ട കാര്യമില്ല. ഇനി എന്തിനാണ് ഇപ്പോൾ തിരക്ക് പിടിച്ചിട്ട് TMA എന്ന് പറയുന്ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിനെ TSMU എന്ന് മാറ്റിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതിന് യൂണിവേഴ്സിറ്റി തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ CBME ബേസ്ഡ് എഡ്യൂക്കേഷൻ താഷ്കന്തിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് CBME ബേസ്ഡ് എഡ്യൂക്കേഷൻ? അത് എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് എഫക്റ്റ് ആവുന്നത്? CBME ബേസ്ഡ് എഡ്യൂക്കേഷനും NMCയും തമ്മിലുള്ള ബന്ധം എന്താണ്? ശരിക്കും ഉസ്ബെക്കിസ്ഥാന്റെ ഒരു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയാണ് ഈ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ മാക്സിമം ക്വാളിറ്റി കൊണ്ടുവരണം എന്നുള്ളത് ഉസ്ബെക്കിസ്ഥാന്റെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് അവിടെയുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോരായ്മകൾ നികത്താനും താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിൽ മാക്സിമം ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ TSMU എന്ന് പറഞ്ഞ ഈ 3 യൂണിവേഴ്സിറ്റികൾ ഒന്നിപ്പിച്ചിട്ട് പുതിയ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മെർജിങ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ മിനിസ്ട്രിയുടെ മുഴുവൻ ശ്രദ്ധയും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്താൽ മതിയാവും. അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ മതിയാവും. അതായത് ഉസ്ബെക്കിസ്ഥാനിലുള്ള യൂണിവേഴ്സിറ്റികളുടേതും ഹോസ്പിറ്റലിൻ്റെതും ഹോസ്റ്റലിൻ്റെതും എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചെയ്യുന്നതിന് പകരം ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അവർക്ക് കൊണ്ടുവന്നാൽ മതിയാവും. ഈ മെർജിങ് നടക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട്, താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ അണ്ടറിലും താഷ്കന്ത് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലും താഷ്കന്ത് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലുള്ള മുഴുവൻ ഹോസ്പിറ്റൽസും മുഴുവൻ ക്ലിനിക്സും ഇനി താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഉണ്ടാവുക എന്നുള്ളത്. 2025 കണക്ക് പ്രകാരം 37 മില്യൺ ആണ് ഉസ്ബെക്കിസ്ഥാന്റെ പോപ്പുലേഷൻ. അതിൽ ഏകദേശം 30 ലക്ഷത്തോളം ആളുകളുള്ളത് ഈ താഷ്കന്ത് സിറ്റിയിലാണ്. അതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് ഉള്ള സിറ്റിയും ഈ താഷ്കന്ത് തന്നെയാണ്. അത്രയും പോപ്പുലേഷൻ ഉള്ള ആ ഒരു സിറ്റിന്റെ മുഴുവൻ ക്ലിനിക്കൽസും ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലേക്ക് വരും. ഇങ്ങനെ യൂണിവേഴ്സിറ്റി മെർജ് ചെയ്യുന്നതിലൂടെ ആ യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ക്ലിനിക്കൽസ്, നമ്മളിപ്പോൾ പറഞ്ഞാൽ ക്ലിനിക്കൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ, റിസർച്ച്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഏരിയകളും മിനിസ്ട്രിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഈ യൂണിവേഴ്സിറ്റിയുടെ മെർജിങ്ങുള്ള മറ്റൊരു പ്രധാന കാരണമായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നത് CBME ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരികയാണ് എന്നുള്ള രീതിയിലാണ്. എന്താണ് CBMEയും NMCയും തമ്മിലുള്ള ബന്ധം? ഈ NMC എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ നമുക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള റെഗുലേഷൻസ് എല്ലാം ചെയ്യുന്ന, അതിനു വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് തരുന്ന ഒരു അതോറിറ്റിയാണ് NMC എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ CBME? CBME എന്ന് പറയുന്നത് കോമ്പറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് മുന്നേ നമ്മൾ ഇന്റേൺഷിപ്പ് ഇയറിലായിരുന്നു കൂടുതൽ പ്രാക്ടിക്കൽസ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മുന്നൊക്കെ കൂടുതലും തിയറി ആയിരുന്നു. അത് മാറ്റിയിട്ട് തിയറി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ തിയറി എങ്ങനെ സ്കിൽസിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ പ്രാക്ടിക്കൽസിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ക്ലിനിക്കൽസിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള ഒരു മെഡിക്കൽ എഡ്യൂക്കേഷനാണ് ഈ CBME എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തിയറി പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, പ്രാക്ടിക്കലും തിയറിയും ഒരുപോലെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എഡ്യൂക്കേഷനാണ് ഈ CBME ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഇത് തുടക്കകാലങ്ങളിൽ നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കാനഡ, US, UK അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും CBME ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. 2019 ഓഗസ്റ്റിൽ നമ്മുടെ NMCയും അത് അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ CBME ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ MBBS പഠിക്കുന്ന എല്ലാ കുട്ടികളും CBME ബേസ്ഡ് എഡ്യൂക്കേഷനാണ് പഠിക്കുന്നത്. CBME ബേസ്ഡ് എഡ്യൂക്കേഷനിൽ 1ാമത്തെ വർഷം മുതൽ പ്രാക്ടിക്കൽ തിയറിയുടെ കൂടെ തന്നെ വരും. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടാവും. നമ്മൾ ഈ IT-യും അതുപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സുകളൊക്കെ ഫൗണ്ടേഷൻ 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയറിയിലേക്ക് അല്ലെങ്കിൽ MBBSലേക്ക് കയറുന്നത്. അതേപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ വർഷവും ലോഗ് ബുക്കുകൾ ഉണ്ടാവും. ലോ ബുക്കിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ കേസുകൾ എടുത്ത് ആ കേസുകളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതായത് പ്രാക്ടിക്കലും തിയറിയും ഒരുപോലെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ CBME ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇത് തന്നെയാണ്. ഈ പ്രാവശ്യം താഷ്കന്ത് 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ഇന്റർവ്യൂ പാസ്സായാൽ മാത്രമേ താഷ്കന്തിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ളത്. രണ്ടാമത്തത്, താഷ്കന്തിൻ്റെ ഒഫീഷ്യൽ അഡ്മിഷൻ ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ റെഡിയാവൂ എന്നുള്ളത്. മൂന്നാമത്തത്, സ്റ്റുഡൻറ്റ് വിസയിൽ മാത്രമേ താഷ്കന്തിലേക്ക് കുട്ടികൾ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ കാര്യങ്ങൾ താഷ്കന്ത് എടുത്ത് പറഞ്ഞത്? ഇതിൻ്റെ കാരണം
കഴിഞ്ഞ വർഷം താഷ്കന്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറേ ഏജന്റുമാർ, കുറേ അഡ്മിഷൻ ചെയ്യുന്ന ആളുകൾ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്തിന് യൂണിവേഴ്സിറ്റി ഇത് പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ മുന്നേ എന്തൊക്കെയാണ് താഷ്കന്തിൽ കഴിഞ്ഞ കൊല്ലം നടന്നത് എന്നുള്ളത് പറയണം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, താഷ്കന്തിൽ നടക്കുന്ന സ്കാം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, താഷ്കന്തിൽ ഇൻ്റർവ്യൂ ഇല്ലാതെ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ കിട്ടാതെ നിങ്ങൾക്ക് ഒരാൾക്കും ഇവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ആരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മിഷൻ പൈസ അയച്ചു കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ താഷ്കന്തിൽ ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റാത്ത കുട്ടികൾ, അതുപോലെ ആ ഇൻ്റർവ്യൂ ടൈമിനുള്ള അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഇവർ ഇൻ്റർവ്യൂ ഇല്ലാതൊക്കെ കയറ്റിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ആ വാഗ്ദാനങ്ങളിൽ വീണ് പോയിട്ടുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ കുട്ടികൾ പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ ടൂറിസ്റ്റ് വിസയിൽ കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കൊണ്ടുപോയി. ടൂറിസ്റ്റ് വിസയിൽ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ട് അഡ്മിഷൻ കിട്ടിയോ? ഇല്ല. ആ കുട്ടികൾ അവിടെ പ്രൈവറ്റ് ഹോസ്റ്റലിൽ പുറത്ത് നിൽക്കേണ്ട വന്നു. അവർ സ്വന്തം കയ്യിൽ നിന്ന് ഹോസ്റ്റലിൻ്റെയും മെസ്സിൻ്റെയും പൈസ കൊടുത്തിട്ട് ഏകദേശം ആ സെമസ്റ്റർ മുഴുവൻ അവിടെ നിൽക്കേണ്ട വന്നു. ശരിക്കും ഈ കുട്ടികൾ ആരും TMAയുടെ ഗവൺമെൻറ് ഹോസ്റ്റലിലല്ല നിന്നിട്ടുള്ളത്, പുറത്തുള്ള പ്രൈവറ്റ് ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് കേരളത്തിൽ നിന്നുള്ള ഏജന്റുമാർ, അതായത് ഈ കൺസൾട്ടൻസ് ഒപ്പിച്ചു വെച്ചേക്കുന്ന പരിപാടി മാത്രമാണിത്. അല്ലാതെ യൂണിവേഴ്സിറ്റിയും ഈ ഒരു സംഭവം തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതുപോലുള്ള സ്കാം ആക്ടിവിറ്റീസ് ഇനി ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഇൻ്റർവ്യൂ വേണം, ഓഫർ ലെറ്റർ കിട്ടണം, സ്റ്റുഡൻറ്റ് വിസയിൽ ട്രാവൽ ചെയ്യാവുള്ളൂ എന്നുള്ളതൊക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. പിന്നെ പലരും പറയുന്നിട്ടുണ്ട് താഷ്കന്ത് ഓവർ ക്രൗഡഡ് ആണെന്നുള്ളത്. താഷ്കന്ത് ശരിക്കും അവരുടെ കോട്ടയിൽ കൂടുതൽ ഒരു സീറ്റ് പോലും എടുക്കാറില്ല. മാക്സിമം ഒരു സീറ്റുകൾ കുറക്കാനാണ് നോക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് കുട്ടികളാണ് അവർ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ ടഫാക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ടഫാക്കി കൊണ്ടുപോകുന്ന കുറഞ്ഞ സീറ്റുകൾ മാത്രം എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്ത്. അതുകൊണ്ട് തന്നെ താഷ്കന്ത് ഒരിക്കലും ഓവർ ക്രൗഡഡ് ആവാനുള്ള ഒരു സാധ്യതയില്ല. നമ്മുടെ എല്ലാ കുട്ടികൾക്കും സെപ്റ്റംബർ 30 തന്നെ ക്ലാസ് തുടങ്ങിയ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാ കുട്ടികളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടി സ്റ്റുഡൻറ്റ് വിസയിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ അവെയർ ആയിരിക്കണം. ഇനിയാണ് കുട്ടികളുടെ പ്രധാന ചോദ്യം, ഈ വർഷം താഷ്കന്തിൽ അഡ്മിഷൻ ഉണ്ടോ, എപ്പോഴായിരിക്കും ഇൻ്റർവ്യൂ എന്നുള്ളത്. താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി കൃത്യമായിട്ട് കഴിഞ്ഞ മീറ്റിങ്ങിലടക്കം പറഞ്ഞേക്കുന്നത് ഈ വർഷം ഉറപ്പായിട്ടും ഇൻടേക്ക് ഉണ്ട്, എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അഡ്മിഷൻ ലെറ്ററൊക്കെ കിട്ടിയിട്ടായിരിക്കും കുട്ടികൾ വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 20 ലാസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ജൂലൈയിൽ ഇൻ്റർവ്യൂ തീരില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എല്ലാം അടുത്ത മാസങ്ങളിലാണ് ഉണ്ടാവുക എന്നുള്ള പറഞ്ഞത്. അതായത് ജൂൺ ജൂലൈയിലായിരിക്കില്ല ഇൻ്റർവ്യൂ ഉണ്ടാവുക, അടുത്ത മാസങ്ങളിലായിരിക്കും എന്നുള്ളത് യൂണിവേഴ്സിറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം 3 യൂണിവേഴ്സിറ്റികൾ മെർജ് ചെയ്തേക്കാണ്, CBME എഡ്യൂക്കേഷൻ കൊണ്ടുവരികയാണ്, കരിക്കുലം മാറ്റുകയാണ്, ഇങ്ങനത്തെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതുകൊണ്ട് ജൂലൈയിൽ എന്തായാലും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് പറ്റൂല. അതുകൊണ്ട് അടുത്ത മാസങ്ങളിലായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലരും പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തോ, എന്നിട്ട് താഷ്കന്ത് ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ തന്നെ അഡ്മിഷൻ എടുത്തുതരാന്നുള്ളത്. ഇത് ശരിക്കൊരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. അവർ എടുത്തു വെച്ചേക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് താഷ്കന്തിലേക്കാണ് അഡ്മിഷൻ എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ താഷ്കന്തുമായിട്ട് ഒഫീഷ്യലി പാർട്ട്ണർ ചെയ്തേക്കുന്ന ആൾക്കാരുമായിട്ട് അഡ്മിഷൻ എടുക്കുക. കാരണം ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം താഷ്കന്ത് ഒരു പ്രയോറിറ്റി അല്ല. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ, അവർ ഏതാണ് യൂണിവേഴ്സിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റികളാണ് അവരുടെ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിഫറൻസിനായിരിക്കില്ല അവർ പ്രയോറിറ്റി തരിക, അവരുടെ പ്രിഫറൻസിനായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടായിരുന്നു താഷ്കന്തിൽ ഈ വർഷം ഇൻടേക്ക് ഉണ്ടാവും എന്നുള്ളത്. ഉറപ്പായിട്ടും ഇൻടേക്ക് ഉണ്ടാവും. അതുപോലെ എന്തിന് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി ചൂസ് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് താഷ്കന്തിലെ 3 യൂണിവേഴ്സിറ്റിയും ഒന്നാവുന്നതോടെ അവിടുത്തെ ക്ലിനിക്കൽസ് വല്ലാതെ ഇമ്പ്രൂവ് ആവും. അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, കാരണം ഹെൽത്ത് മിനിസ്ട്രി ഡയറക്റ്റാണ് ഈ യൂണിവേഴ്സിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയ ക്വാളിറ്റി എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ ക്ലിനിക്കൽസിലും വരും. അതുപോലെ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പുകളെല്ലാം, കാരണം താഷ്കന്തിലുള്ള ഒറ്റ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറാൻ പോവാണ്. ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ഫോക്കസും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇമ്പ്രൂവ് ആവും, റിസർച്ചുകൾ ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ CBMEയിലേക്ക് മാറുകയാണ്, അതോടെ കരിക്കുലം മാറും. നല്ല പ്രാക്ടിക്കലോടുകൂടി ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി TSMU തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ജൂണും ജൂലൈയും സമയമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് നീറ്റിന് പഠിച്ച പോലെ താഷ്കന്തിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇൻ്റർവ്യൂ ഇല്ലാതെ പോവാം, അത് പോവാം, ഇത് പോവാം, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളിലൊന്നും വീണുകൊണ്ട് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ക്വാളിറ്റി ടൈം മുഴുവൻ നിങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക. പിന്നെ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെ മറ്റൊരു യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ചിന്തിക്കേണ്ട. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ താഷ്കന്ത്
മെഡിക്കൽ അക്കാഡമിയിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.